കീ കീ എന്നൊക്കെ പറയും, നമുക്ക് കിയാന്നൊക്കെ പറയും. പക്ഷേ ഞാൻ തിരുവനന്തപുരം. നിങ്ങൾ ബംഗാളിയാണ്, അല്ല നമ്മൾ കാസർഗോഡാണ്, ട്രിവാൻഡ്രത്താണെങ്കിൽ എന്തിര് കീ അങ്ങനെയൊക്കെ പറയും. കണ്ണൂരും ചെറിയ പാടുണ്ടല്ലോ, വേണ്ട വിപ്ലവ കളിയാക്കലുകളുണ്ട് ചില ഭാഷകൾ. അത് വിളിച്ച് പറയുന്നതൊക്കെ നമ്മൾ കേട്ടാ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ കേൾക്കുന്നവർക്ക് കോമഡി ആയിരിക്കും എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. തൃശ്ശൂര് കോംപ്ലിക്കേറ്റഡ് ആയി. കല്യാണത്തിന് പോയത് സ്ഥലം ചോദിച്ചപ്പോ മട്ടാഞ്ചേരി ആ ഭാഗത്തുള്ളതല്ലേ, കൊച്ചിയാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഹലോ ഗൈസ്, വെൽക്കം ടു ആഹാ. ഇന്ന് നമ്മൾ പബ്ലിക്കിനോട് ബെസ്റ്റ് സ്ലാങ്ങിനെ പറ്റി ചോദിക്കാൻ പോവാണ്. നമുക്ക് പോവാം. കമോൺ. ഈ ചേട്ടന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഏറ്റവും നല്ല ശുദ്ധമായ മലയാളം സംസാരിക്കുന്ന ജില്ലക്കാരേതാ? പത്തനംതിട്ട കുഴപ്പമില്ല. കുഴപ്പമില്ല. തിരുവനന്തപുരത്തെ ഭാഷക്കാരും പത്തനംതിട്ടക്കാരാണോ എൻ്റെ? തിരുവനന്തപുരം നമ്മൾ അങ്ങോട്ട് പോകുമ്പോ അങ്ങനെയാണ്. തിരുവനന്തപുരം. അല്ല, ചേട്ടൻ തിരുവനന്തപുരത്താണ്. പക്ഷേ ഞാൻ തിരുവനന്തപുരം. ചേട്ടൻ്റെ വീട് എവിടാ? തിരുവനന്തപുരം തന്നെ. തിരുവനന്തപുരം ആകുമ്പോ ഒരുപാട് സംസാരിക്കില്ല. ഇപ്പൊ ഇവിടെ ആകുമ്പോ കുറച്ച് നല്ല അച്ചടി ഭാഷ, കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോ എന്തരുടെ ഓരോ തിരുവനന്തപുരത്ത് ഒരുപാട് സംസാരിക്കുമല്ലോ. അതാ മൈക്ക് താത്തോട്ട് നെഞ്ചത്തേക്ക്. കോട്ടയം, ഇടുക്കി. ഇവര് പറയുന്ന കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ, ഒരു ഫ്ലോ ഉണ്ടല്ലോ. മലപ്പുറം സ്ലാങ് ഇഷ്ടമാണ്. രസമായിട്ട് ശുദ്ധമായ മലയാളം പറയുന്ന കോട്ടയം രീതിക്കാരാണ്. ആദ്യത്തെ പ്രിന്റോളജിയൊക്കെ അവിടെയല്ലേ വന്നത്. കോട്ടയം ജില്ലയിലെ മലയാളമാണ് നല്ലതാണ് എന്റെ ഇതിലുള്ളത്. അല്ലാതെ വേറെയുള്ള ഭാഷയിൽ വെറും പുച്ഛമായ രീതി. കാസർഗോഡൊക്കെ പോയ ആൾക്കാണ് നമ്മളിവിടെ മലയാളം പറയുന്ന ചീത്തയായിട്ട് വരും. അവിടുത്തെ രീതി അതിന്റെ വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നന്നായിട്ട് സംസാരിക്കുന്നില്ലേ? തിരുവനന്തപുരം തന്നെയാണ്. അതെ. ചേട്ടൻ തിരുവനന്തപുരത്താണ്. ഞാൻ തിരുവനന്തപുരത്താണ്. ഇപ്പൊ നിലവില് കൊച്ചി, എറണാകുളത്താണ് ഉള്ളത്. ചേട്ടൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് പോയി കഴിഞ്ഞ് ചേട്ടന്റെ ഭാഷയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നായിരുന്നോ? ഇല്ല. എറണാകുളത്തുള്ളവർ പറയാറുണ്ട് നല്ല സംസാരമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുറെ ആൾക്കാർ അങ്ങനെ കമന്റ് പറഞ്ഞിട്ടുണ്ട്. കളിയാക്കലുകളുണ്ട് ചില ഭാഷകൾ. അത് സിനിമകളിൽ വരുമ്പോഴത്തേക്കുള്ള കളിയാക്കലാണ്. എങ്ങനെ രീതിയിലുള്ള കളിയാക്കലാ? ഇപ്പം പഴയകാല സുരാജ് ചേട്ടന്റെ സിനിമകളിലൊക്കെ പക്ക തിരുവനന്തപുരം സ്ലാങ് ആണ്. പഴയ ടൈപ്പ് ആൾക്കാർ. അപ്പം അവരുടെയൊക്കെ ആ സംസാരത്തിന് വെച്ചിട്ട് ഒരു കളിയാക്കൽ. പക്ഷെ അത്തരം അങ്ങനെ സംസാരിക്കുന്ന ആരും ഇവിടെ ഇല്ല നിലവില്. അപ്പൊ ചേച്ചി എവിടാ? കണ്ണൂരാണ്. അപ്പൊ ചേച്ചിയുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് സ്ലാങ് ഏതാണ്? എടാ, അത് എല്ലാവർക്കും അവരൊരു സ്ലാങ് ആയിരിക്കും നല്ലത്. അപ്പോൾ അതൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. സോ അങ്ങനെ ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഉറപ്പായിട്ടും ഞാൻ ജനിച്ച വളർന്ന എൻ്റെ സ്ലാങ് ആയിരിക്കും എനിക്കെപ്പോഴും നല്ലതായിട്ട് തന്നെ. അത്രേ ഉള്ളൂ. പറയാനാണെങ്കിൽ ട്രിവാൻഡ്രം സ്ലാങ് എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി ഇവിടെ ഉള്ള ആൾക്കാർ സംസാരിക്കുന്ന വളരെ വ്യത്യാസമൊന്നുമില്ല. അപ്പം പാറശാല, അങ്ങോട്ട് നെയ്യാറ്റിങ്ങര, അങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നല്ല അയന്തരപ്പി, അങ്ങനെ ആ ഒരു ഇതിലോട്ടാണ് വരും. പിന്നെ ബാക്കി എന്താ പറയുക, ഇങ്ങോട്ട് ഇവിടെയൊക്കെ വലിയ സീനൊന്നുമില്ല. നമുക്ക് ഇപ്പം പൊതുവേ എല്ലാവരും പറയാമെന്ന് വെച്ചാൽ വൃത്തിയായിട്ട് ഇപ്പം പുറത്തുള്ള വടക്കോട്ടുള്ള ആൾക്കാരടുത്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ പറയും ഇവിടുത്തെ സ്ലാങ്ങിനെ കുറിച്ച് വളരെ വൃത്തിയായിട്ടൊരു സ്ലാങ് ആണ്, എനിക്ക് തീരെ ഇഷ്ടമില്ലെന്നൊക്കെ ചില ആൾക്കാർ പറയും. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ചില വാക്കുകൾ ഇപ്പം ചില ആൾക്കാർ പറയുമ്പോഴത്തേക്ക് പേനാന്നുള്ളത് പേനാന്ന് വരും. എന്താ അങ്ങനെയൊക്കെ ആ ഒരു ചെറിയ ഡിഫറൻസൊക്കെ ഉള്ളൂ. അത് ട്രിവാൻഡ്രം സ്ലാങ്ങിൽ. പിന്നെ കൊല്ലത്തോട്ട് പോകുമ്പോൾ അവരും നോർമലാണ്. പത്തനംതിട്ട അവിടെ മറ്റേ കോട്ടയമൊക്കെ സെറ്റാണ്, നമ്മളവിടത്തെ പോലെ ഒന്നുമല്ല. അത് അത്രയൊക്കെ ഉള്ളൂ. പിന്നെ വടക്കോട്ട് കണ്ണൂർ, കാസർഗോഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും മനസ്സിലാവില്ല. ഒരു പ്രാവശ്യം ഇവിടെ ഫാഷൻ, നെടുമങ്ങാട് ഫാഷൻ എന്ന് പറയുന്ന സ്റ്റോറുണ്ട്. അവിടെ 2 പയ്യന്മാരുണ്ടായിരുന്നു കാസർഗോഡുള്ള. എൻ്റെ ബസ് സ്റ്റോപ്പിൽ ഞാൻ ഇരിക്കുകയായിരുന്നു, തൊട്ടടുത്ത് എൻ്റെ അടുത്തിരിക്കുകയായിരുന്നു. അപ്പം ഒരു നല്ലൊരു സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു ബംഗാളിയാണ്. ഞാൻ ജാസ്റ്റ് ചോദിച്ചു, ബ്രോ നിങ്ങൾ ബംഗാളിയാണ്? അല്ല ബ്രോ നമ്മൾ കാസർഗോഡാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഭയങ്കര വ്യത്യാസമാണ്. അവർക്ക് ഭയങ്കര മിക്സ് ആയിട്ടുള്ള അവിടെ തന്നെ. കാസർഗോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഓരോ 10 കിലോമീറ്റർ കഴിയുമ്പോൾ അവരെ സ്ലാങ് മാറും. അവർക്ക് തന്നെ രീതിയിൽ വ്യത്യാസമുള്ള ഒരു സ്ലാങ്ങുകളുണ്ട്. വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ലാങ് തൃശ്ശൂർ കോംപ്ലിക്കേറ്റഡ് ആയിട്ട്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ തൃശ്ശൂർകാരനായതുകൊണ്ട് പിന്നെ ഭാഷ നല്ല രസമല്ലേ കേൾക്കാനൊക്കെ ആയിട്ട്, അതുകൊണ്ടൊക്കെ എനിക്ക്. അപ്പൊ ഏറ്റവും സുഖമുള്ള ഭാഷ, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന അച്ചടി ഭാഷയോട് സാമ്യമുള്ള തൃശ്ശൂർ തന്നെ. അപ്പൊ കോംപ്ലിക്കേറ്റഡ് ആയതും കോംപ്ലിക്കേറ്റഡ് എന്ന് വെച്ചാൽ അധികം ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ചേട്ടന് ഇതുവരെ മനസ്സിലാവാൻ പറ്റാത്ത കുറെ പദങ്ങൾ വന്ന ഭാഷ ഏതാണ്? അത് കാസർഗോഡ് ഭാഷ. അങ്ങനെ എന്തെങ്കിലും വേർഡ്സ് ഉണ്ടോ? വേർഡ്സാ? അങ്ങനെ വേർഡ്സ് ഇല്ല, കേട്ടിട്ടേ ഉള്ളൂ.
അപ്പൊ okay. ചേച്ചി ഇങ്ങോട്ട് ചോദിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു. ചേച്ചിക്ക് കേരളത്തിൽ ഇപ്പൊ ഒരുപാട് ജില്ലക്കാരുണ്ട്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത് മറ്റേ ഈ കാസർഗോഡ് ഭാഷയില്ല, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നു. പിന്നെ ട്രിവാൻഡ്രം ഭാഷ ഇഷ്ടമല്ലെന്നല്ല, ഞാൻ ട്രിവാൻഡ്രത്താണ്, പിന്നെ എൻ്റെ അച്ഛൻ ആലപ്പുഴയാണ്, അപ്പം അവിടുത്തെ ഭാഷയൊക്കെ ഇഷ്ടമുണ്ട്. പിന്നെ കേൾക്കാൻ നല്ല രസമുള്ള ഭാഷ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയം, അവർക്ക് നല്ല രീതിയിലുള്ള മലയാളമാണ്, അപ്പം അതൊക്കെ ഇഷ്ടമാണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ചില വേർഡ്സ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവില്ല, പല ജില്ലക്കാരായിരിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്നും വരുന്നില്ല. ഒരുപാട് ഇപ്പം ഫ്രണ്ട്സൊക്കെ എന്തെങ്കിലും വേറെ ഭാഷ പറയുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര ഡൗട്ട് അടിച്ചിരുന്നിട്ടുണ്ട്. പാലക്കാട് എൻ്റെ വല്യച്ഛൻ്റെ അവരൊക്കെ പറയണത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ്, അപ്പം നല്ല ഇതായിട്ടുണ്ടായിരുന്നു. എല്ലാ ജില്ലക്കാർക്കും ഓരോരോ ലാംഗ്വേജ്, ഓരോ സ്ലാങ് ഫേവറേറ്റ്. ഇപ്പം ട്രിവാൻഡ്രംകാരൻ, ഞാൻ ട്രിവാൻഡ്രംകാരൻ, എനിക്ക് ട്രിവാൻഡ്രമായിരിക്കും. ഇപ്പം നിങ്ങൾ എറണാകുളത്ത് ചോദിച്ചാൽ എറണാകുളമായിരിക്കും. പക്ഷെ എല്ലാം അണ്ടർസ്റ്റാൻഡ്. ട്രിവാൻഡ്രംകാരൻ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട്സ് ഒരുപാട് സിറ്റീനൊക്കെ ഉണ്ട്. കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് പാലക്കാട്, മലപ്പുറം, ആ ഒരു സൈഡ്. ബാക്കി ഇങ്ങോട്ട് നമ്മുടെ ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ മൊത്തം എല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കോട്ടയം എല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്. ട്രിവാൻഡ്രംകാർക്ക് അത്യാവശ്യം ഓക്കെയാണ്. പിന്നെ നമ്മുടെ സ്ലാങ് എറണാകുളത്തിന് അപ്പുറത്തുള്ളവർക്ക് ഇച്ചിരി പാടായിട്ട് പലരും പറയുമ്പോൾ അവർ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം, അവർക്ക് ചില വേർഡ്സ് ഒന്നും പെട്ടെന്ന് കണക്ട് ആകത്തില്ല. ഭാഷ കോട്ടയം. എന്താ ചേട്ടാ സ്വന്തം ജില്ലത്തെ സ്ലാങ്? അല്ല, ഞാൻ പൊതുവെ കുറെ ജില്ലയിൽ പോയിട്ടുണ്ടല്ലോ, അപ്പം പൊതുവെ ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ നേരത്ത് നമ്മളിവിടെ ട്രിവാൻഡ്രത്താണെങ്കിൽ എന്തിര് അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം അവിടെ ആലപ്പുഴ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ എന്തുവാ, ആ ഒരു സ്ലാങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ താഴ്ത്തി പറഞ്ഞതല്ല, അല്ലാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട് എവിടെയിട്ടാ? കോട്ടയം, ആലപ്പുഴ, ആലപ്പുഴ, തിരുവനന്തപുരം. നിങ്ങളുടെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഏറ്റവും നല്ല ഭാഷ സംസാരിക്കുന്ന ജില്ലക്കാരേതാ? കോട്ടയം ജില്ലക്കാരൻ. ചേട്ടന്റെ എനിക്ക് അങ്ങനെയൊന്നുമില്ല പ്രത്യേകിച്ച് ഒപ്പീനിയൻ. ചേട്ടന്റെ അഭിപ്രായത്തിലോ? ഓരോ ജില്ലയ്ക്ക് അതേ ഭാഷയില്ലേ. ചേട്ടന്റെ അഭിപ്രായത്തില്? ഞാൻ തിരുവനന്തപുരത്ത് തന്നെ, തിരുവനന്തപുരം ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുള്ളൂ. പിന്നെ ബാക്കി ഭാഷ മോശമൊന്നുമല്ല, അത് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്, അത്രേ ഉള്ളൂ. തൃശ്ശൂർ ഭാഷയൊക്കെ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്, എറണാകുളം ഭാഷയൊക്കെ അതിൻ്റെ ഭംഗിയുണ്ട്, കാസർഗോഡ് ഭാഷയ്ക്ക് അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. എല്ലാ ജില്ലയിലെ ഭാഷയ്ക്ക് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. കേട്ടിട്ട് മനസ്സിലാവാതെ തോന്നിയ ഏതെങ്കിലും ജില്ലയിൽ പോയിട്ട് മനസ്സിലാവാതെ പോയ ഭാഷ വല്ലതും ഉണ്ടോ? പക്ഷെ അവരെന്തെങ്കിലും പറയുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവാത്തൊരവസ്ഥ വന്നിട്ടുണ്ടോ? കോഴിക്കോടൊക്കെ അങ്ങോട്ട്, പിന്നെ അങ്ങോട്ടുള്ള മലബാർ, മലപ്പുറം, കാസർഗോഡ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിങ്ങൾ മലപ്പുറം? മലപ്പുറം. അങ്ങനെ തോന്നിയ ഏതെങ്കിലും വാക്കുകളൊക്കെ ഉണ്ടോ? ഇപ്പൊ അവര് പറയുന്നതായിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല, എന്തെങ്കിലും പ്രത്യേകിച്ച് അനുഭവം? തച്ച് എന്ന് പറയും. ഇവൻ തച്ച്, അവൻ തച്ച്, എന്ത് തച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു അടിച്ചെന്ന് ഒരു ഓഡീഷൻ പോയപ്പോഴത്തേക്ക് നമ്മള് 5 പേരാണ്. അപ്പോഴത്തേക്ക് ഞാൻ തിരുവനന്തപുരം, ബാക്കിയെല്ലാം വേറെ ജില്ലയിലാണ്. അപ്പൊ ഇവര് സ്റ്റാർട്ട് പറഞ്ഞപ്പോ ഒന്നുകൂടെ തച്ച് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് മനസ്സിലായതില്ല, ഞാൻ മാറി. കുറെ കാസർഗോഡ് എന്തേട്ടാ ഏവണ്ടിയാ ചെപ്പണ്ടി എന്ത് കൊറേ ഒന്നും മനസ്സിലാവില്ല. നിങ്ങള് മലപ്പുറം? കണ്ണൂരും ചെറിയ പാടുണ്ടല്ലോ. വേണ്ട, വിപ്ലവ. കാസർഗോഡ്. അപ്പൊ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാനാണെങ്കിൽ അതിപ്പോ ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നപ്പം എനിക്ക് നല്ല ബുദ്ധിമുട്ടേനു. അല്ല, എനിക്കല്ല, എൻ്റെ കൂടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവർക്ക് എൻ്റെ സ്ലാങ് ഒന്നും അത്ര മനസ്സിലാകുന്നുണ്ടായിട്ടില്ല. പിന്നെ ഓവർ ദ ടൈം ദേ യൂസ് ടു അങ്ങനെ മാത്രം. പിന്നെ ഞാൻ കുറേ പറഞ്ഞു കൊടുക്കും, അതൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു, നല്ല കോമഡി ആയിരുന്നു. ഇപ്പം എൻ്റെ പല വേർഡ്സൊക്കെ അവർക്ക് മനസ്സിലാവില്ല, എന്നിട്ട് അവരെന്നെ നല്ല കളിയാക്കും. നമ്മളേതാണ് അച്ചടി ഭാഷ, നിങ്ങളെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പക്ഷെ ഞാനത് മാറ്റാൻ നിന്നിട്ടില്ല, എനിക്ക് അതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ഇത് തന്നെ പറയും, ഓരോരോ പറയും. ചേച്ചിയുടെ അഭിപ്രായത്തിൽ രസകരമായിട്ട് പോയൊരു വേർഡ് പറയാൻ പറ്റും? അത് കുറേ ഉണ്ട്. ഇപ്പം മലപ്പുറം ആണെങ്കിൽ ഇപ്പം കണ്ണൂരും മലപ്പുറവും തമ്മിൽ ഇപ്പം നമ്മൾ എൻ്റെ എന്നുള്ളത് മൈൻ എന്നുള്ളത് അൻ്റേതാണ് പറയാം. ഇൻഡേ മീൻസ് യോസ് എന്നാണ്. മലപ്പുറം ആണെങ്കിൽ നേരെ തിരിച്ചാണ്. അൻ്റെ മീൻസ് യു ആൻഡ് ഇൻഡേ മീൻസ് മൈൻ. അപ്പം അങ്ങനെ പറയുമ്പോൾ എപ്പോഴും കൺഫ്യൂഷനാവും. അപ്പം നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഒരു സൗത്ത് നിന്നുള്ള ഒരാൾ തേർഡ് പേഴ്സൺ ആണെങ്കിൽ ദേ വുഡ് ബി ലൈക്ക് വോട്ട്. അങ്ങനെ കുറേ വേർഡ് ഉണ്ട്. ഇപ്പം വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ കീ എന്നൊക്കെ പറയും, നമുക്ക് കിയാന്നൊക്കെ പറയും. കിയ മീൻസ് ഇറങ്ങുക എന്നാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആദ്യം മനസ്സിലായില്ല. പിന്നെ അതുപോലെ നമ്മൾ ബാ ചേർക്കും കുറേ. ഇപ്പം വേഗം എന്നുള്ളതിന് ബേ കീ അങ്ങനെയൊക്കെ പറയും. അത് കേട്ടിട്ടുണ്ടാവല്ലോ. അങ്ങനെയൊക്കെ ഞാൻ അറിയാണ്ട് പറഞ്ഞു നോക്കുന്നുണ്ട്.
അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അത് കുറച്ച് കോമഡിയാണോ. പിന്നെ ഇങ്ങനെ ആയിരുന്നു നോക്കിയില്ലേ നമ്മൾ ഏനു എന്നൊക്കെ പറയും, അങ്ങനെ ഏനു എന്നൊക്കെ പറയും. കേൾക്കുന്നവർക്ക് കോമഡി ആയിരിക്കും എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അവര് പറയുന്ന മനസ്സിലാവാതെ നിന്ന് എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ ഏതെങ്കിലും ജില്ലയിൽ പോയിട്ട്? കാസർഗോഡ് എങ്ങനെയായിരുന്നു ആ സിറ്റുവേഷൻ എന്ന്? സിറ്റുവേഷൻ കല്യാണത്തിന് പോയതാണ്. സ്ഥലം ചോദിച്ചപ്പോൾ ഇടത്തോട്ട്, നമ്മളിങ്ങനെ ഇടത്തോട്ട് വലത്തോട്ട് അവര് പടിഞ്ഞാറ് പല സ്ഥലങ്ങൾ ഇവിടെ അങ്ങനെയാണെന്ന് തോന്നുന്നു, അവിടെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകത്തില്ല. അവിടെ അവരുടെ സ്ലാങ് നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഷ എന്ന് പറയുമ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയിട്ടെന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഭാഷ ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലക്കാരോടും ഏറെക്കുറെ ഇടപെട്ടിട്ടുള്ളതാണ്. ഈ കാസർഗോഡ് വേറെ തീരെ മനസ്സിലാകത്തില്ല. പിന്നെ ഈ വിഴിഞ്ഞം ഏരിയ ഉള്ള തിരുവനന്തപുരത്ത് അവരുടെ ഭാഷ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് മനസ്സിലാകത്തില്ല. പിന്നെ ഉള്ളത് എറണാകുളത്ത് മട്ടാഞ്ചേരി ആ ഭാഗത്തുള്ളതല്ലേ, എല്ലായിടത്തും ആറുനാട്ടി ദൂർ ഭാഷ എന്ന് പറയുന്നത്. കോട്ടയത്ത് പറയുന്ന ഈ മതിലിന്റെ കയ്യാല എന്നൊക്കെ പറയുന്നില്ലേ, കയ്യാലെ കേൾക്കുമ്പോ മനസ്സിലാക്കാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന ഭാഷ. കാസർഗോഡൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. തൃശ്ശൂർ കുഴപ്പമില്ല, നമ്മൾ സിനിമയിലേക്ക് കേട്ടിട്ടുള്ളതുകൊണ്ട് ഇച്ചിരി കുറച്ചൊക്കെ മനസ്സിലാവും. പക്ഷെ കാസർഗോഡ് ഭാഷയും കണ്ണൂർ ഭാഷയും ഏറെക്കുറെ. എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അനുഭവം കാസർഗോഡൊക്കെ പോകുമ്പോൾ ബസ്സിൽ കയറുമ്പോൾ അവർ പറയുന്ന സ്ഥലങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. നമ്മൾ ബോർഡിൽ എഴുതിയിരിക്കുന്നത് മലയാളം വായിക്കാൻ മനസ്സിലാവും, പക്ഷെ അവര് ബസ്സിൽ കിളിയൊക്കെ ഉണ്ടല്ലോ, വിളിച്ച് പറയുന്നതൊക്കെ നമ്മൾ കേട്ട സ്ഥലം എത്തിയാൽ പോലും അറിയാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കണക്ട് ആവാത്ത വല്ല വേർഡ്സും പെട്ടെന്ന് പറയാൻ? പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓർമ്മ വരുന്നത് നമ്മള് അവൻ അവൾ എന്നൊക്കെ പറയാം, ഓന് ഓള് അങ്ങനെ പോകുമ്പോ ഒക്കെയാണ്. അതൊക്കെ പെട്ടെന്ന് ഇപ്പൊ നമ്മളിപ്പോ നിങ്ങളെവിടെ ട്രിവാൻഡ്രംകാര് തന്നെയാണ്? ഇല്ല, എൻ്റെ ഇവിടെ എറണാകുളത്താണ്. നിങ്ങളിപ്പോ കോളേജിൽ പോലെ ഇപ്പോഴും എറണാകുളത്തുള്ള ഒത്തിരി പിള്ളേർ ട്രിവാൻഡ്രത്തുണ്ട്. നിങ്ങളെ കോളേജിൽ ഇവിടെ യൂണിവേഴ്സിറ്റി അങ്ങനെ എങ്ങനെയൊക്കെ ഉണ്ട്. ട്രിവാൻഡ്രത്തുള്ള പിള്ളേരാണെങ്കിലും മഹാരാജാസിലും അങ്ങനെ ഇങ്ങനെയൊക്കെ മാറി നിൽക്കുകയാണ്. ഇപ്പൊ ആ ഒരു പണ്ടത്തെ പോലത്തെ ഒരു ആ ഒരു പ്രോബ്ലം വരുന്നില്ല. ആൾക്കാരുടെ ഇടയിൽ കുറച്ചും കൂടെയൊക്കെ ലാംഗ്വേജ് പ്രോബ്ലം വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കോഴിക്കോട് സിറ്റുവേഷൻ എന്തായിരുന്നെന്ന് ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇതിന്റെ, ഞാൻ ട്രിവാൻഡ്രമാണ്. അപ്പം നമ്മുടെ കുറച്ച് സ്ലാങ് കുറച്ച് മോശമാണ്. അപ്പം ആ സ്ലാങ് സംസാരിക്കാൻ നേരത്തെ അവർ തന്നെ കളിയാക്കും. അപ്പം ഞാനും തിരിച്ച് കളിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അയ്യോ ഒന്നും കൂടി ഇവിടെ വന്നേ. Already 1, 2, 3 start. എടാ, നിന്റെ നാട് എവിടാ? എൻ്റെ കോഴിക്കോട്. കോഴിക്കോട്. നിന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ മലയാളം സംസാരിക്കുന്ന ജില്ലക്കാരേതാ? കോഴിക്കോട്. കോഴിക്കോട് തന്നെയാണ്. കൊച്ചിയാന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. സമ്മതിക്കില്ല. കോഴിക്കോടത്തെ സമ്മാനം എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ട് നന്ദിയുണ്ട്. താങ്ക് യു. ഹലോ ഗൈസ്, വെൽക്കം ടു ഇന്ന് ഹലോ ഗൈസ്, വെൽക്കം ടു ആഹാ. ഞാൻ എന്റെ അടുത്ത് പറയണം, അറിയാം. 1, 2, 3 സ്റ്റാർ. ഹലോ ഗൈസ്, വെൽക്കം ടു ആഹാ.